സാറേ വെറും 100 രൂപയുടെ ഇൻഡിക്കേറ്റർ പൊട്ടിയാനാ ഇത്ര ഷോ? വെറും 100 രൂപ വെറും 100 രൂപയ്ക്ക് ജാർ ആപ്പിൽ 24 കാരറ്റ് ഗോൾഡിൽ ഇവന് സേവ് ചെയ്തോ. അങ്ങനെ ജാറിൽ 100 ഇട്ട് ഇന്ന് ബൈക്കിൽ വന്നവർ നാളെ കാറിൽ കറങ്ങും. ജാർ യൂസ് ചെയ്യൂ, സേവിങ്സ് ഗ്രോ ചെയ്യൂ. സ്ത്രീധനത്തിന്റെ പേരിൽ ഭാര്യയെ പട്ടിണിക്കിട്ട് കൊലപ്പെടുത്തിയ കേസിൽ ശിക്ഷാ 26-year-old Dr. Shahana, a young and promising doctor in കേരളത്തിലെ Kerala. ഗാർഹിക ചൂഷണങ്ങൾക്കും മരണങ്ങൾക്കും അറുതിയില്ല. കൊല്ലുന്ന സ്ത്രീധനത്തിന്റെ പേരിൽ ഭാര്യയെ പട്ടിണിക്കിട്ട് കൊന്ന രാജ്യത്തെ ആദ്യ സംഭവം നടന്നത് എവിടെയാണെന്നറിയാം? ബീഹാർ, ഉത്തർപ്രദേശ്, തമിഴ്നാട്, ഉത്തരാന്വേഷിച്ച് മറ്റെവിടെയും പോണ്ട. സംഭവം നടന്നത് കേരളത്തിലാണ്. സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ നമ്പർ 1 എന്ന് നമ്മൾ പലപ്പോഴും മേനി പറയുന്ന നമ്മുടെ സ്വന്തം കേരളം. കൊല്ലത്തെ ഒരു സാധാരണ കുടുംബത്തിൽ നിന്നുള്ള തുഷാര ഭർത്താവിന്റെ കുടുംബം ആവശ്യപ്പെട്ട 2 ലക്ഷം രൂപയുടെ ഡൗറി വൈകിയതിന്റെ പേരിലാണ് ദിവസങ്ങളോളം ഭക്ഷണം കിട്ടാതെ ക്രൂരമായി കൊല ചെയ്യപ്പെട്ടത്. സ്ത്രീധന പ്രശ്നത്തെ തുടർന്ന് വിവാഹം മുടങ്ങിയതിലുള്ള മനോവിഷമത്തിലാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ PG വിദ്യാർത്ഥിനി ഡോക്ടർ ഷഹാന ഏതാനും വർഷങ്ങൾക്ക് മുന്നേ ആത്മഹത്യ ചെയ്തു. വുമൺ ലിറ്ററസി റേറ്റിൽ രാജ്യത്ത് തന്നെ ഒന്നാമതുള്ള 100% സാക്ഷരത നേടിയ കേരളത്തിൽ സ്ത്രീധനത്തിന്റെ പേരിലുള്ള കൊലപാതകങ്ങൾക്കും അക്രമങ്ങൾക്കും ഇന്നും ഒട്ടും കുറവ് വന്നിട്ടില്ല. ദാമ്പത്യ സ്ത്രീധന പീഡനങ്ങളും കൊലപാതകങ്ങളും മറ്റെല്ലാ കുറ്റകൃത്യങ്ങളെയും ബഹുദൂരം പിന്നിലാക്കിക്കൊണ്ടാണ് കേരളത്തിൽ മുന്നേറുന്നത്. ഇന്ത്യയിൽ 2022 മാത്രം 6450 ഡൗറി മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കേരളത്തിലാകട്ടെ കഴിഞ്ഞ 15 വർഷത്തിൽ 260 പെൺകുട്ടികൾ ഡൗറി കാരണം ജീവൻ നഷ്ടപ്പെട്ടു. ഇതിൽ ആത്മഹത്യയും കൊലപാതകവും എല്ലാം ഉണ്ട്. മരണകാരണം വ്യക്തമല്ലാതെ മരിച്ചുപോയവർ പിന്നെയുമുണ്ട്. പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ വ്യത്യാസമില്ലാതെ ഡൗറി എന്ന ദുർഭൂതം കേരളത്തെ ആകെ കാർന്നു തിന്നുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെ വാർത്തകൾ തന്നെ ഒന്ന് ഓർത്തു നോക്കൂ. ഷാർജയിലെ ഫ്ളാറ്റിൽ ആത്മഹത്യ ചെയ്ത യുവതിയുടെ മരണത്തിന് പിന്നിൽ സ്ത്രീധനമാണെന്നാണ് പറയപ്പെടുന്നത്. ഉരുകിത്തീരുന്ന പെണ്ണുങ്ങൾ. എന്തുകൊണ്ടായിരിക്കും നമ്മുടെ നാട്ടിൽ മാത്രം സ്ത്രീധനത്തിന്റെ പേരിൽ പെൺകുട്ടികൾ ജീവൻ ഒടുക്കേണ്ടി വരുന്നത്? സ്ത്രീധനമാണോ കുടുംബജീവിതത്തിന്റെ ഭാവി നിശ്ചയിക്കുന്നത്? സ്ത്രീകളുടെ മൂല്യം ഇങ്ങനെ കച്ചവട ചരക്കാക്കാനുള്ളതാണോ? ഇന്ത്യയിലെ സ്ത്രീ ഹത്യകളിൽ 40 മുതൽ 50% വരെ ഡൗറി തർക്കങ്ങൾ മൂലമാണ് ഉണ്ടാകുന്നതെന്നാണ് UN പറയുന്നത്. സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും എതിരായ ഏറ്റവും തീവ്രവും ക്രൂരവുമായ പ്രകടനമാണ് ഫെമിസൈഡ് അല്ലെങ്കിൽ സ്ത്രീ ഹത്യ. സ്ത്രീകളെ കൊല്ലുന്നത് മാത്രമല്ല, അവർക്കെതിരായ അസഭ്യ പ്രയോഗം, ശാരീരികവും മാനസികവുമായ പീഡനം എല്ലാം ഇതിൽ ഉൾപ്പെടും. UN റിപ്പോർട്ട് പ്രകാരം ലോകമെമ്പാടും സ്ത്രീഹത്യ വർദ്ധിച്ചു വരികയാണ്. ഇന്ത്യയിലാകട്ടെ ഡൗറി കാരണമുള്ള തർക്കങ്ങളാണ് ഫെമിസൈഡിന് പ്രധാന റീസണായി തീരുന്നത്. നിയമത്തിലെ സ്ത്രീധനം. ഡൗറി ഡെത്ത് എന്ന ശരിക്കും എന്താണ്? ഇന്ത്യൻ നിയമത്തിൽ ഡൗറി ഡെത്ത്സിനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? സ്ത്രീധനത്തെ ചൊല്ലിയുള്ള തർക്കങ്ങളുടെ പേരിൽ കൊല്ലപ്പെടുകയോ ആത്മഹത്യയിലേക്ക് നയിക്കുകയോ ചെയ്യുന്ന വിവാഹിതരായ സ്ത്രീകളുടെ മരണമാണ് സ്ത്രീധന മരണങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 1961 ഡൗറി പ്രൊഹിബിഷൻ ആക്ട് പ്രകാരം സ്ത്രീധനം വാങ്ങുന്നതും കൊടുക്കുന്നതും ഇന്ത്യയിൽ ശിക്ഷാർഹമായ തെറ്റാണ്. എന്നാൽ നിയമം നിലവിൽ വന്നിട്ട് 5 പതിറ്റാണ്ടാകുമ്പോഴും സ്ത്രീധനം വാങ്ങുന്നതും കൊടുക്കുന്നതും ഇന്ത്യയിൽ ഇപ്പോഴും ഒരു കോമൺ പ്രാക്ടീസ് ആണെന്നാണ് യാഥാർത്ഥ്യം. കാരണങ്ങൾ പലതാണ്. ഇന്ത്യൻ സമൂഹത്തിൽ ഡൗറി റിലേറ്റഡ് ഫാറ്റാലിറ്റീസ് വർദ്ധിക്കുന്നതിന് പിന്നിൽ സവിശേഷമായ എന്തെങ്കിലും കാരണങ്ങളുണ്ടോ? ഇതുവരെ സോൾവ് ചെയ്യാനാവാത്ത ഇന്ത്യൻ സാമൂഹിക യാഥാർത്ഥ്യങ്ങളാണോ സ്ത്രീകളെ ഈ മഹാദുരിതത്തിലേക്ക് തള്ളിവിടുന്നത്? നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സ്ത്രീകൾ നേരിടുന്ന വിദ്യാഭ്യാസ നിലവാരം ഡൗറി റിലേറ്റഡ് ഫാറ്റാലിറ്റീസിന് ഒരു പ്രധാന കാരണമാണ്. ഇന്ത്യയിലെ എക്സ്റ്റെൻഡഡ് ഫാമിലി സ്ട്രക്ചേഴ്സ്, ദാമ്പത്യ ബന്ധത്തിനുള്ളിലെ പവർ ഡൈനാമിക്സ്, ഭാര്യയുടെ എംപ്ലോയ്മെന്റ് സ്റ്റാറ്റസ്, സ്ത്രീകൾക്ക് അവരുടെ ഭർത്താക്കന്മാരോടുള്ള അമിതമായ ഡിപ്പെൻഡൻസി, സോഷ്യോ എക്കണോമിക് കണ്ടീഷൻസ്, ദമ്പതികൾ തമ്മിലുള്ള പരസ്പര വിശ്വാസം എന്നിവയെല്ലാം ഡൗറി റിലേറ്റഡ് ഫാറ്റാലിറ്റീസിന് മറ്റു കാരണങ്ങളാണ്. കൂടാതെ ഇന്ത്യൻ സമൂഹത്തിലെ പാരമ്പര്യ പിതൃസത്താ രീതികളും ഇവിടുത്തെ സാമൂഹിക ചട്ടങ്ങളും ഡൗറി മരണങ്ങൾക്ക് വഴിയൊരുക്കുന്നു. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ കണക്കുകൾ പ്രകാരം ഇന്ത്യയിലെ സ്ത്രീകൾ പകുതിയിലധികം പേരും സ്വന്തം പാർട്ട്ണറിൽ നിന്ന് അതിക്രമം നേരിടുന്നവരാണ്. എന്നാൽ എത്രയധികം അതിക്രമം നേരിട്ടാലും ഇന്ത്യൻ സ്ത്രീകൾ വിവാഹ ബന്ധത്തിൽ തുടരുക തന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാകണം ഇന്ത്യയിൽ ഇപ്പോഴും വിവാഹമോചന നിരക്ക് 1% പോലും എത്താതിരിക്കുന്നത്. ഞെട്ടിപ്പിക്കുന്ന കണക്കുകൾ. 2022 മാത്രം ഇന്ത്യയിൽ സ്ത്രീധന നിരോധന നിയമപ്രകാരം 13,479 കേസുകളായിരുന്നു രജിസ്റ്റർ ചെയ്തത്. അതേ വർഷം 6,450 ഡൗറി ഡെത്ത്സും ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. കണക്കുകളിൽ നേരിയ കുറവ് കാണിച്ചെങ്കിലും 2022 ഡൗറി മരണങ്ങൾ 4.5% കുറവ് സംഭവിച്ചു എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഡേറ്റയ്ക്കപ്പുറം യഥാർത്ഥത്തിലുള്ള കണക്കുകൾ പിന്നെയും വലിയതാണെന്നാണ് സാമൂഹിക പ്രവർത്തകർ ചൂണ്ടിക്കാണിക്കുന്നത്. ഏറ്റവും കൂടുതൽ ഡൗറി ഡെത്ത്സ് റിപ്പോർട്ട് ചെയ്തത് ഉത്തർപ്രദേശിലാണ് 2218, പശ്ചിമ ബംഗാൾ
1057, മധ്യപ്രദേശ് 518. ഇതിന് പിന്നിലുള്ളത് ദക്ഷിണേന്ത്യയിൽ കർണാടക 167, തെലങ്കാന 137, തമിഴ്നാട് 29, കേരളം 11 എന്നിവയാണ്. ഈ കണക്കുകൾക്ക് പിന്നിലെ ഏറ്റവും നടുക്കുന്ന യാഥാർത്ഥ്യം എന്താണെന്നറിയാം. ജാതി മത വ്യത്യാസമില്ലാതെ ഡൗറി ഡെത്സ് ഇന്ത്യയിൽ എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നു എന്നതാണ്. ഡൗറി എങ്ങനെ വന്നു? കല്യാണത്തിന്റെ ഭാഗമായി വധുവിന്റെ കുടുംബം വരനും കുടുംബത്തിനും പണം, സ്വർണം, സമ്മാനങ്ങൾ, ആഭരണങ്ങൾ, ഇലക്ട്രിക്കൽ അപ്ലയൻസസ്, ഫേർണിച്ചർ, വെഹിക്കിൾസ്, ഭൂസ്വത്ത് എന്നിവ നൽകുന്ന സമ്പ്രദായത്തിനെയാണ് പൊതുവെ സ്ത്രീധനം എന്ന് വിളിക്കപ്പെടുന്നത്. സ്ത്രീധന സമ്പ്രദായം ഇന്ത്യയിൽ പുരാതന കാലം മുതലേ നിലവിലുണ്ട്. പക്ഷേ ഇന്ത്യയിൽ സ്ത്രീധനം എവിടെ നിന്നാണ് വന്നതെന്ന് കൃത്യമായി പറയുന്നത് സാധ്യമല്ല. കന്യാദാനം എന്ന സമ്പ്രദായത്തിന് സ്ത്രീധനവുമായി അടുത്ത ബന്ധമുണ്ടെന്ന് പറയാം. വിവാഹത്തിന്റെ സമയത്ത് വധുവിന്റെ പിതാവ് വരന്റെ പിതാവിന് പണമോ സ്വത്തോ നൽകുന്ന രീതിയെയാണ് കന്യാദാനം എന്ന് പറയുന്നത്. എന്നാൽ വിവാഹത്തിന്റെ സമയത്ത് വധുവിന് അവളുടെ ബന്ധുക്കളിൽ നിന്നോ സുഹൃത്തുക്കളിൽ നിന്നോ ആഭരണങ്ങളോ വസ്ത്രങ്ങളോ ലഭിക്കുന്ന സമ്പ്രദായത്തെയാണ് സ്ത്രീധനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷെ കാലക്രമേണ സ്ത്രീധനത്തിന്റെ അർത്ഥവും കന്യാദാനത്തിന്റെ അർത്ഥവും മാറി. ഇവ രണ്ടും പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് അവളുടെ വീട്ടിൽ നിന്നും വരന്റെ വീട്ടുകാർക്ക് നിർബന്ധമായും കിട്ടേണ്ട കാര്യമായി. പാട്രി ലൊക്കാലിറ്റി എന്താണെന്നറിയാമോ? പാട്രി ലൊക്കാലിറ്റി എന്ന വാക്ക് നിങ്ങൾക്ക് അത്ര പരിചയം കാണില്ല. എന്നാൽ ഈ സമ്പ്രദായം എന്താണെന്ന് പറഞ്ഞാൽ ഇതെന്താണെന്ന് നിങ്ങൾക്ക് എളുപ്പം പിടികിട്ടും. വിവാഹത്തിന് ശേഷം പെൺകുട്ടിക്ക് ഭർത്താവിന്റെ വീട്ടിലേക്ക് മാറേണ്ടി വരുന്ന സിസ്റ്റത്തിനെയാണ് പാട്രി ലൊക്കാലിറ്റി എന്ന് വിളിക്കുന്നത്. ഇന്ത്യയിൽ വിവാഹത്തിന് ശേഷം ഭാര്യ ഭർത്താവിന്റെ വീട്ടിലേക്ക് മാറി താമസിക്കുക എന്ന രീതി വളരെ കോമൺ ആണ്. ഇതുവരെ ജീവിച്ച് വളർന്ന വീട് വിട്ട് ഭർത്താവിന്റെ വീട്ടിലേക്ക് താമസം മാറുന്ന സ്ത്രീകൾ അനുഭവിക്കുന്ന മാനസിക വിഷമങ്ങൾ പലപ്പോഴും ഇന്ത്യൻ സമൂഹം നിസ്സാരവൽക്കരിക്കുകയാണ് ചെയ്യുന്നത്. ഇതല്ലേ നാട്ടു നടപ്പ്, ഇങ്ങനെയല്ലേ പെണ്ണുങ്ങൾ എന്നൊക്കെയാണ് പാട്രി ലൊക്കാലിറ്റിയെ വിമർശിക്കുന്നവരോട് പലരും ചോദിക്കാറുള്ളത്. പാട്രി ലൊക്കാലിറ്റി പെൺകുട്ടിക്ക് മേൽ ഭർത്താവിനും വീട്ടുകാർക്കും അധികാരം നൽകാൻ കാരണമാകും. ഡൗറി ആവശ്യപ്പെടാനും അതിന്റെ പേരിൽ പെൺകുട്ടിയെ അബ്യൂസ് ചെയ്യാനും ഇത് റീസൺ ആകും. പാട്രി ലോക്കൽ ഹൗസ് ഹോൾഡ്സിലുള്ള വിവാഹിതരായ സ്ത്രീകൾ പലപ്പോഴും ഡിസിഷൻ മേക്കിങ്ങിൽ പുറന്തള്ളപ്പെടുന്നു എന്നാണ് പഠനങ്ങൾ പറയുന്നത്. 2019 ഒരു വിരമിച്ച ഹൈക്കോടതി ജഡ്ജിയുടെ വീട്ടിൽ ഡൗറി നൽകിയില്ലെന്ന് ആരോപിച്ച് മകനും അദ്ദേഹത്തിന്റെ ഭാര്യയും ചേർന്ന് വധുവിനെ ക്രൂരമായി മർദ്ദിച്ച സംഭവം വലിയ വാർത്തയായിരുന്നു. എന്നാൽ ഇത്തരം സംഭവങ്ങൾ ഇന്ത്യയിൽ പലപ്പോഴും നോർമലൈസ്ഡ് ആയിട്ടാണ് കാണാറുള്ളത്. ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് പെൺകുട്ടികൾ അബ്യൂസ് നേരിടുമ്പോൾ സ്വന്തം വീട്ടിൽ നിന്ന് പോലും പിന്തുണ ലഭിക്കാറില്ല എന്നതാണ് സത്യം. എല്ലാം സഹിക്കണം, സ്ത്രീയാണ് എല്ലാം സഹിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ് പലപ്പോഴും ഡൊമസ്റ്റിക് അബ്യൂസസ് നോർമലൈസ് ചെയ്യപ്പെടുന്നു. ഹൈപ്പർഗാമി. സ്ത്രീകൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് അല്ലാത്തത് കൊണ്ടും അവർക്ക് വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ടുമാണ് ഡൗറിയുടെ പേരിൽ അബ്യൂസ് ചെയ്യപ്പെടുന്നതിന് ഒരു കാരണമായി പറയുന്നത്. എന്നാൽ ഇന്ന് വിദ്യാഭ്യാസവും സ്വയം വരുമാനവുമുള്ള സ്ത്രീകൾ വരെ ഡൗറിയുടെ പേരിൽ ഡൊമസ്റ്റിക് അബ്യൂസിന് വിധേയരാകുന്നു. ഇതെന്തുകൊണ്ടായിരിക്കും? ഡൗറിക്ക് ഇന്നും സമൂഹത്തിൽ ഇത്രത്തോളം പ്രാധാന്യം കിട്ടുന്നതിന് ഒരു കാരണം ഹൈപ്പർഗാമിയാണ്. പെൺകുട്ടികളെ എപ്പോഴും സാമ്പത്തികമായി ഉയർന്ന പുരുഷന്മാരെ കൊണ്ട് മാത്രം വിവാഹം കഴിപ്പിക്കുന്ന രീതിയെയാണ് ഹൈപ്പർഗാമി എന്ന് പറയുന്നത്. ഹൈപ്പർഗാമി ഇന്ത്യൻ സമൂഹത്തിൽ പലപ്പോഴും പ്രിവാലന്റ് ആയതിനാൽ പെൺകുട്ടി എത്ര വിദ്യാഭ്യാസം നേടിയാലും കുടുംബം അവളെ കൂടുതൽ സമ്പന്നനും വിദ്യാഭ്യാസമുള്ളവനുമായ പുരുഷനിൽ വിവാഹം കഴിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. ഇത് ഡൗറിക്ക് കൂടുതൽ സോഷ്യൽ ആക്സെപ്റ്റൻസ് കിട്ടാൻ വഴിയൊരുക്കുന്നു. ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസിയുടെ കാര്യം പറയുമ്പോൾ നിങ്ങളുടെ അടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് ജാരാപ്പിനെ കുറിച്ച്. ജാരാപ്പ് ഒരു സേവിങ്സ് ആപ്പാണ്. നിങ്ങൾക്ക് വെറും 10 രൂപ തൊട്ട് 24 കാരറ്റ് ഗോൾഡിൽ സേവ് ചെയ്ത് തുടങ്ങാൻ പറ്റും. നിങ്ങളൊരു ഓട്ടോ പേ സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ വെറും 10 രൂപ തൊട്ട് ഒരു ഓട്ടോമാറ്റിക് ആയിട്ടുള്ള സേവിങ്സ് നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്നും ജാറിൻ്റെ അക്കൗണ്ടിലേക്ക് ഡെയിലിയോ വീക്ക്ലിയോ മന്ത്ലിയോ എന്ന രീതിയിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. ഇത് സെറ്റ് ചെയ്ത് വെച്ചാൽ 24 കാരറ്റ് ഗോൾഡാണ് സേവ് ആകുന്നത്. ആ സേവിങ്സ് നിങ്ങൾക്ക് ക്യാഷ് ആയിട്ടോ ഗോൾഡ് ആയിട്ടോ അല്ലെങ്കിൽ ജ്വല്ലറി ആയിട്ടോ വിത്ഡ്രോ ചെയ്തെടുക്കാനും പറ്റും. പിന്നെ ജാരാപ്പ് ഓൾറെഡി 4 കോടി യൂസേഴ്സ് ആയിട്ട് ദുൽഖർ സൽമാനാണ് നമ്മുടെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ടുള്ളത്. സോ നിങ്ങൾക്ക് ആപ്പ് സ്റ്റോറിൽ പ്ലേ സ്റ്റോറിലൊക്കെ ചെക്കൗട്ട് ചെയ്ത് നോക്കാം, ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്ത് തുടങ്ങാം. നിയമം മാത്രം പോരാ, ഇന്ത്യയിൽ സ്ത്രീധന നിരോധന നിയമവും ഗാർഹിക പീഡന നിരോധന നിയമവും നിലവിലുണ്ട്. പക്ഷേ ഈ നിയമങ്ങൾ സ്ത്രീകൾക്കെതിരെയുള്ള അക്രമങ്ങൾ തടയുന്നതിന് എത്രത്തോളം പര്യാപ്തമാണ്? പുരുഷന് സമൂഹത്തിൽ ലഭിക്കുന്ന മേൽക്കോയ്മ, പ്രിവിലേജസ് അവസാനിക്കാത്തിടത്തോളം സ്ത്രീകൾക്കെതിരെയുള്ള വയലൻസിനും അന്ത്യമുണ്ടാകില്ല. സ്ത്രീകളെ സെക്കൻഡ് സിറ്റിസൺ എന്ന പോലെ കുടുംബത്തിനകത്തും സമൂഹത്തിലും ട്രീറ്റ് ചെയ്യപ്പെടുന്ന പ്രവണതയെ തന്നെയാണ് അവർക്കെതിരെയുള്ള അക്രമത്തിന് പ്രധാന കാരണം. വിദ്യാഭ്യാസത്തിലൂടെയും തൊഴിലിലൂടെയും സ്ത്രീകൾ എംപവേർഡ് ആകുമ്പോൾ സമൂഹത്തിൽ വേരുറപ്പിച്ച സിസ്റ്റമാറ്റിക് പാട്രിയാർക്കിയെ ചോദ്യം ചെയ്യാൻ പറ്റും. പുതിയ തലമുറയിലെ കുട്ടികളടക്കം സമത്വം, സാഹോദര്യം എന്നിവയെ പറഞ്ഞ് പഠിപ്പിക്കേണ്ടതും പാട്രിയാർക്കിയെ ഇല്ലാതാക്കാൻ സഹായകരമാകും. ഫോർ എക്സാമ്പിൾ, ഹരിയാനയിൽ ബ്രേക്ക് ത്രൂ എന്ന NGOയും സർക്കാർ സ്കൂളുകളും ചേർന്ന് നടപ്പിലാക്കിയ
താരോം കി ഡോലി എന്ന ജെൻഡർ സെൻസിറ്റൈസേഷൻ പ്രോഗ്രാം കുട്ടികളെ ബാല്യത്തിൽ തന്നെ സമത്വം, സ്ത്രീപക്ഷം എന്നിവയെക്കുറിച്ച് പഠിപ്പിക്കാനാണ് ഈ പ്രോഗ്രാമിലൂടെ അവർ ശ്രമിച്ചത്. ഇതെല്ലാം വളർന്നു വരുന്ന കുട്ടികൾക്കിടയിൽ വലിയ മാറ്റമുണ്ടാക്കാൻ സഹായിച്ചു. ഇതിനെല്ലാം പുറമെ ഡൗറിക്കെതിരെ നമ്മുടെ നാട്ടിലെ നേതാക്കളും രാഷ്ട്രീയ സാംസ്കാരിക നായകരും ശക്തമായി തന്നെ രംഗത്ത്. സമൂഹത്തിൽ അധികാരത്തിലുള്ളവരും ആദരണീയരുമായ ഇവരൊക്കെ ഡൗറിക്ക് എതിരെ തുറന്നു സംസാരിച്ചാൽ സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തെയും അവകാശങ്ങളെയും കൂടുതൽ പേർ വിലമതിക്കും. അങ്ങനെ സമൂഹത്തിന്റെ മനോഭാവം ക്രമേണ മാറും. ഡൗറിക്കെതിരായ മുന്നേറ്റത്തിന്, സ്ത്രീകൾക്കെതിരായ ആക്രമണത്തിന് നിങ്ങൾ എന്ത് ചെയ്തു എന്ന് നാളത്തെ തലമുറ ചോദിച്ചാൽ പറയാൻ നമുക്കൊരു ഉത്തരം ഉണ്ടാകും. അത് നമുക്ക് മറക്കാതിരിക്കാം. സ്ത്രീധനം എന്തുകൊണ്ട് നമുക്കിടയിൽ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നത് നിങ്ങൾ കമന്റ് ചെയ്യും. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ജാറാപ്പ് മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.